ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കേരള ടു ഗുജറാത്ത് ട്രിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലുണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടല്ലോ ഗുജറാത്തിൽ, അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗുജറാത്തിൽ നമ്മൾ നിൽക്കുന്ന അവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈ പ്രതിമ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മുന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടിക്കറ്റും കാര്യമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നേരത്താണ് ഗൂഗിൾ പേ വർക്കാകുന്നില്ല, പിന്നെ കാർഡ് വേണം. കാർഡാണെങ്കിൽ വണ്ടിയിൽ വെച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അപ്പോൾ ക്യാഷ് എടുക്കൂല കേട്ടോ അവിടെ. അപ്പോൾ ക്യാഷ് ഉണ്ടായിരുന്നു കയ്യിൽ, അതെടുക്കൂല. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോവുക. അവരുടെ തന്നെ ബസ്സാണ്. അപ്പോൾ അതിൽ അവർ നമ്മളെ അവിടെ വരെ കൊണ്ടുപോകും കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമൻ്റെ അതുവരെ. അവിടേക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം യാത്രയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ. ഗുജറാത്തിൽ വന്നിട്ട് കുറച്ചൊക്കെ വൃത്തിയുള്ളൊരു സ്ഥലം കണ്ടിട്ടുള്ളത് ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമൻ്റെ അവിടേക്ക് പോകുന്ന സ്ഥലങ്ങളാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ മൊത്തമായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിങ്ങൾക്കൊന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ സ്ഥലത്ത് വരുമ്പോഴും പറഞ്ഞു തരാം കേട്ടോ. ചില സ്ഥലത്ത് ഞാൻ മ്യൂസിക് ഇടുന്നുണ്ട്, ഫുള്ളായിട്ട് വോയിസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തോർത്ത് സപ്പോർട്ട് ചെയ്യണേ. ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതിമ കാണാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു 2-3-4 കിലോമീറ്റർ പോയതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പ്രതിമ നിൽക്കുന്ന ഏരിയയിൽ അധികം വീടുകളൊന്നുമില്ല കേട്ടോ. ഒരു കുറച്ച് സ്ഥലത്ത് ഒരു 4-5 വീടുകൾ മാത്രമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഈ പ്രതിമ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഭാഗത്തേക്കുള്ള ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങോട്ടൊക്കെ പോകുന്ന ഈ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാത്ത ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയാലും വൃത്തി എന്താണെന്നുള്ളത് നമുക്ക് കാണാനേ പറ്റില്ല. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഗുജറാത്തിലുള്ളത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഒരു ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ പോയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചിരുന്നു വന്ന് നല്ല തിരക്കുണ്ടാവുമെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര തിരക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഒരാൾക്ക് അവിടേക്ക് ടിക്കറ്റിന് നമുക്ക് പൈസ വരുന്നത് 150 രൂപയാണ്. അതിൽ ഈ ബസ് യാത്രയും അതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ബസ്സിൽ പോരാൻ പറ്റാത്തവരാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഓട്ടോ വിളിച്ചിട്ട് പോരാം. ഓട്ടോ വിളിച്ച് പോരുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കണം. അല്ല ബസ്സിലാണെങ്കിൽ നമുക്ക് ടിക്കറ്റിൻ്റെ ചാർജിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തി ബസ് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു ബസ്സിൽ വന്ന ആളുകളാണ് കേട്ടോ ഇതൊക്കെ.
നമ്മളവിടെ ഇറക്കിയതിന് ശേഷം ആ ബസ് അവിടെ തിരിച്ചു പോകുന്ന ആൾക്കാരില്ലേ അവരെയും കൊണ്ട് തിരിച്ചു പോകും കേട്ടോ. അല്ലാതെ അതിൽ കയറിയ ആൾക്കാരെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ കാത്ത് നിൽക്കുകയൊന്നുമില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഏത് ബസ്സാണോ ഉള്ളത് അതിൽ കയറി പോരാണ് കേട്ടോ ചെയ്യുക. ഇപ്പം നല്ല ചൂടുള്ള ടൈമാണ് കേട്ടോ ഗുജറാത്തിൽ. ആ ടൈമിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതാ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറേ തെരുവ് കച്ചവടക്കാരുണ്ട് കേട്ടോ. അവർക്ക് ഒരു റൂമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല കേട്ടോ. ഓരോ കുട കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അതിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് അവരൊക്കെ കച്ചവടം ചെയ്യുന്നത്. നമ്മളെ നാട്ടിലാണ് ഇതുപോലത്തെ ടൂറിസ്റ്റ് പ്ലേസ് എങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് റൂമുകൾ ഉണ്ടാവും, അതിലൊരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ലേ കച്ചവടം ചെയ്യുക. ഇവിടെ അങ്ങനെ റൂമോ കാര്യമൊന്നുമില്ല. ആ ധാറിട്ട റോട്ടിലിരുന്നിട്ടാണ് കേട്ടോ അവരൊക്കെ കച്ചവടം ചെയ്യുന്നത്. ചൂടുകാലമായി കഴിഞ്ഞാൽ റോഡൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ടാകും. അവിടെ ഇരുന്നിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ കൈവരികൾക്കിടയിലൂടെയാണ് കേട്ടോ നമ്മൾ പോവേണ്ടത്. ഇവിടെ ഒരുപാട് വരികളുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടാകും വിചാരിച്ചിട്ടാവും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു ലൈൻ കൂടെ പോകാനുള്ള ആളുകൾ മാത്രമാണ് കേട്ടോ അവിടെ ഉള്ളത്. ഒഴിവ് ദിവസമായിട്ട് പോലും തീരെ ആളുകളില്ല. നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിലാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ഇതവിടെ ഒഴിവ് ദിവസമായിട്ട് പോലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും ദൂരം നടക്കാൻ പറ്റാത്തവർക്ക് അവിടെ ഇലക്ട്രിക് വാഹനം ഉണ്ട് കേട്ടോ. അതിന് എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് അതിലും അവർക്ക് പോയിട്ട് കാണാം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമൻ്റെ മുഖം കാണണമെങ്കിൽ കുറേ വിട്ട് നിന്ന് നമ്മൾ നോക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുഖം കാണാൻ പറ്റും. അല്ലാതെ അതിൻ്റെ അടുത്ത് പോയിട്ട് ചോട്ടിൽ പോയിട്ട് നോക്കിയാൽ മുഖം കാണാൻ പറ്റില്ല. അത് അത്രയും നല്ല ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖം കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന ടൈമിൽ നല്ല വെയിലാണ് കേട്ടോ. വെയിൽ കാരണം അത്ര ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ വീഡിയോക്ക്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അത്ര ക്ലിയർ വീഡിയോയിൽ കിട്ടുന്നില്ല. ഒരു പുഴയുടെ നടുക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പുഴയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. ഈ ഭാഗത്ത് കൂടെ അധികം വെള്ളമൊന്നും ഒഴുകുന്നില്ല. കുറച്ച് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ വെള്ളം പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. അതുവഴി നമുക്ക് പോവാം. അല്ല നടന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോവാം.
ഈ പ്രതിമൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് മ്യൂസിയം ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിമകളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹം ജീവിച്ച കാലങ്ങളിൽ നടന്ന വഴികളിലൂടെയുള്ള ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സിനിമ പോലെ കാണാനൊക്കെ പറ്റും, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരുടെ ഫോട്ടോസ്, അവരുടെ ജീവചരിത്രം ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല പോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് കാണുന്നില്ലേ, ഈ റൗണ്ടിൽ വട്ടത്തിൽ, ഇത് ഇലക്ട്രിക്കിൻ്റെ ലൈറ്റ് അല്ല കേട്ടോ. ഇത് ലൈറ്റേ അല്ല, ബൾബോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നാച്ചുറലായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുന്ന ടൈമിൽ അവിടുത്തെ ജീവനക്കാരൊക്കെ ഉണ്ട്, എൻട്രൻസിൻ്റെ അവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വിശിഷ്ട വ്യക്തി വരുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ക്യാമറക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിലായിട്ട്. അങ്ങനെ ആ വാഹനത്തിൽ വരുന്നുണ്ട് കേട്ടോ. അയാൾ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാളെ കണ്ട പാടന്നെ കുറേ ആൾക്കാർ ഭാരത് മാതാ കീ ജയ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്. वेलकम वेलकम भारत माता की जय, भारत माता की जय, भारत माता की. അദ്ദേഹം വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ ഉണ്ട്, അതുവഴി നമുക്ക് പോവാം. മുകളിലേക്ക് കയറുന്ന ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. കുറേ ദൂരെ നിന്ന് ഡാമൊക്കെ കാണാൻ പറ്റും. പോകുന്ന ടൈമിലൊക്കെ നമുക്ക് മുഖമൊക്കെ കാണാൻ പറ്റും കേട്ടോ പ്രതിമൻ്റെ. പക്ഷേ അതിൻ്റെ ചോട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും കാണാൻ പറ്റില്ല.
അങ്ങനെ നമ്മൾ കയറി അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് മുകളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മുഖം കാണാൻ പറ്റൂല കേട്ടോ. കാരണം അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് വിട്ട് നിന്നാലാണ് മുഖം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ കറങ്ങി കണ്ടു. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ ഡാം. അതിൻ്റെ ഒരു ഭാഗത്ത് പുഴ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും ഗുജറാത്തിൽ പോകുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ആരെങ്കിലും ഗുജറാത്തിൽ നിന്ന് കാണുന്നവരുണ്ടെന്ന് വെച്ചെങ്കിൽ, ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ചുറ്റുപാടും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഗുജറാത്തിൽ പോയിട്ട് ഈ പ്രതിമ കാണാതെ പോരുന്നത് വലിയൊരു നഷ്ടമാണ് കേട്ടോ. കാരണം അത്രക്കുണ്ട് നമുക്കിത് കാണാൻ. മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്